ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്കുള്ള പലിശ കുറയും. റിപ്പോ നിരക്ക് 0.5% റിസർവ് ബാങ്ക് കുറച്ചത്. 5 വർഷത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ കുറവ് വരുത്തുന്നത്. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റിസർവ് ബാങ്കിൽ നിന്ന് ആശ്വാസ തീരുമാനം. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശയായ റിപ്പോ നിരക്ക് കുറച്ചു. 6.5% നിന്ന് 6.25% 2023 ഫെബ്രുവരി മുതൽ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം. Reserve Bank's exchange rate policy over the years has remained very consistent. Accordingly, our interventions in the forex market focus on smoothing excessive and disruptive volatility. ഭവന വാഹന വായ്പകൾക്കും പേഴ്സണൽ ലോണിനും പലിശ കുറയും. നിലവിലെ EMI നിരക്കും കുറയും. ഉദാഹരണത്തിന് 20 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട 30 ലക്ഷം രൂപ ഭവന വായ്പയ്ക്ക് നിലവിൽ പ്രതിമാസ അടവ് 26,992 രൂപ. പലിശ നിരക്ക് 9% നിന്ന് 8.45% പ്രതിമാസ അടവ് 26,551 രൂപ. 480 രൂപയുടെ കുറവുണ്ടാകും. ഉയർന്ന പലിശ നിരക്ക് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നതും പലിശ നിരക്ക് കൂട്ടുന്നത് വിലക്കയറ്റത്തിന് വഴിവെക്കുമെന്നതുമാണ് ഇത്രയും നാൾ അഭിമുഖീകരിച്ച പ്രതിസന്ധി. ആദായ നികുതി പരിധി ഉയർത്തിയ ബഡ്ജറ്റ് തീരുമാനം ഗുണകരമായി. കേന്ദ്ര ബഡ്ജറ്റ് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം പകരാൻ നിലമൊരുക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. അമേരിക്ക താരിഫ് തീരുമാനം താൽക്കാലികമായെങ്കിലും മരവിപ്പിച്ചത് അനുകൂലമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.